ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് ഡേ നമ്മൾ റിട്ടേൺ ആണ്. അപ്പോൾ ഭയങ്കര തണുപ്പായിട്ട് ഞാൻ ഇന്നലെ തൊട്ട് ഫുഡ് ചെയ്യാൻ ഒഴിയിട്ടില്ല. എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. എനിക്ക് ഇവിടെ ഭയങ്കര കയറ്റമാണ്, കാരണം എനിക്കൊന്നും കയറാൻ വയ്യാത്തതിനെ കൊണ്ട് ഞാൻ കയറിയിട്ടില്ല. ഇനി ഒരൊറ്റ കയറ്റം ചെക്കൗട്ടിൻ്റെ സമയത്ത് കയറാമെന്ന് വെച്ചിട്ടിരിക്കുകയാണ്. അപ്പം കയറാൻ വെച്ചിട്ടിരിക്കണം. ഈ ചെടി കുറേ പേർക്ക് ഇത് ഫെമിലിയർ ആയിരിക്കും. അവരൊക്കെ എന്ത് നൈസായിട്ടാ കയറുന്നത്. ഒരു ക്ഷീണം ഒന്നുമില്ല. കുതിരല്ല, ആൾക്കാരെ. അവിടെ കാഫേ എന്തോ ഉണ്ടോ? അല്ല, ഇത് ഇവിടെ ഭയങ്കര രസമുണ്ട്. ഇവിടുന്ന് വിക്കെടുത്താലും നല്ല രസമുണ്ടാവും. അവിടെ പോയി നല്ല പിക്ക് കിട്ടും. ഈ വിന്റേജ് കോട്ടേജ് സ്വന്തം കട്ട് ചെയ്തതാ. രസമായിട്ടില്ലേ? അമ്മ എന്താ വെള്ളക്കുപ്പി വാങ്ങാൻ ഞങ്ങൾ ഇത്ര നേരം എടുത്ത്. അപ്പൊ നമ്മളിന്ന് റിട്ടേൺ ആണ്. നമ്മൾ തിരിച്ച് റൂമിൽ നിന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം കയറണം. 5:30 റൂമിൽ നിന്നല്ല, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. 5:30 നമുക്ക് ഇത്. പക്ഷെ 5:30 മുന്നേ നമ്മൾ ഇവിടുന്ന് പോവാണ്. കയറാനുണ്ട് ഗൈസ്, നല്ലോണം പതുക്കെ പതുക്കെ കയറാനേ പറ്റുള്ളൂ. ഗൈസ്, ഇതാണ് കേട്ടോ വട്ടക്കനാൽ ഫാൾസ്. ഇത് നമ്മൾ ഇത് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ എടുത്ത റൂമിൽ സ്റ്റേൻ്റെ അങ്ങോട്ട് പോവുക. സൺഡേ മാർക്കറ്റിലൂടെ നമ്മൾ നടക്കുകയാണ്. പാവോക്കയുടെ ഉള്ളത്. അവരെവിടെ പോയോ? എടുത്തു കൂടി വഴിയുണ്ട്, ജോയിൻ ആവാൻ വഴിയുണ്ട്. ഇത് മറ്റേ ബോഡി ചൂടാക്കണ്ടല്ലോ, അതാണ് ഡ്രസ് ഉണ്ട്, പഴമുണ്ട്, മറ്റേ പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങളുണ്ട്, പിന്നെ ഉണക്കമീനുണ്ട്. മാർക്കറ്റ് ബസ്സിൽ ഇരിക്കാൻ പറ്റണം. നല്ല തിരക്കുണ്ട് മാർക്കറ്റിൽ. ഞാൻ വീഡിയോ കാണുന്നു. ഞാൻ ഇനി കൂടുതൽ വീഡിയോ ഓണാക്കി വെക്കുന്നില്ല, വെറുതെ ഫോണിൻ്റെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് സാധനങ്ങൾ ഇവിടെ മാർക്കറ്റിലുണ്ട്. ഫുള്ള് വെജിറ്റബിൾസ് അല്ല, ഡ്രസ്സ് ഉണ്ട്, പാത്രങ്ങളുണ്ട്, ചെരുപ്പുകളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ക്ലോസ് ചെയ്യാം. ഇനി ഞാൻ
ബാക്കി ഞാൻ ഫുൾ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വീട്ടിലെത്തിയിട്ട് ഫുൾ പറയുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ആണോ 2 ആപ്പിൾ മേടിച്ചാൽ ബസ്സിന് വിശക്കുമ്പോൾ എന്തെങ്കിലും ഞണ്ണ കുറച്ച് വാങ്ങാൻ എന്തെങ്കിലുമൊക്കെ. ബാക്കി ഫുള്ള് വീഡിയോ ഞാൻ നല്ല നൈസായിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ട് പറയാൻ കഴിയും. ഇപ്പോൾ എനിക്ക് കംപ്ലീറ്റ് പറയാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ വീട്ടിലെത്തിയിട്ട് പറയാം. ഓരോരുത്തർ കഷ്ടപ്പെട്ടിട്ട് ഇരിക്കാൻ നോക്കില്ലേ പണി. ഇവിടെ ഒന്നും ചൂടല്ല, പക്ഷെ എന്നാലും ഇവരൊക്കെ നമ്മളെ നാട്ടിൽ തന്നെ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാവില്ലേ? പൂരി അല്ലാണ്ട് ഇതൊക്കെ നമ്മളവിടെ പൂരത്തിന് കിട്ടുന്ന സാധനങ്ങളാണേ. നല്ല ആൾക്കാരുണ്ട്. ഞാൻ ഈ ഫോണ് സേഫ് ആക്കട്ടെ. ആരെയും തട്ടിപ്പറിച്ച് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഉണ്ടപ്പോരി ടേസ്റ്റ് ഉണ്ടോ? നമ്മൾ ബോട്ടിൽ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ബോട്ടിങ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ബോട്ടിങ് എങ്ങനെയുണ്ട് നോക്കാം. ലഗേജൊക്കെ എടുക്കാൻ പറ്റും. നമ്മൾ വെള്ളത്തിൻ്റെ മുകളിൽ കൂടി നടക്കണം ഇപ്പോൾ. സിക്സ് പേർക്കാണ് ഒരു ബോട്ട്. ശരിക്കും നമ്മളിപ്പോൾ അഡ്ജസ്റ്റ് എടുത്തിട്ടുണ്ട്. വെയിറ്റ്, കുറച്ച് ശരിക്ക് വ്യൂ ആണെങ്കിൽ ഇത് മാറ്റണം. ബോട്ടിങ് ചെയ്തു. അപ്പോൾ ലേക്കൊക്കെ ഇന്നലെ കണ്ടതാണ്. ഇന്ന് നമ്മൾ ലേക്കിൻ്റെ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനൊന്നും മേടിക്കില്ല. ഞാൻ എന്തായാലും ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പറ്റിയ കാര്യമായിട്ടൊന്നും മേടിക്കാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുള്ള ചെയ്തിട്ട് നമുക്ക് വീഡിയോ എടുത്തിട്ട് ബോട്ടിങ് ചെയ്തു കേട്ടോ. ബോട്ടിങ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് എന്താണെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുഡ് കഴിച്ച് നമുക്ക്
ശരിയാ. ആണ് ഗൈസ്. അപ്പോൾ ലഗേജൊക്കെ നമ്മൾ താഴത്ത് വെച്ചിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള നോക്കലാണ്. പക്ഷെ എവിടെ കയറി ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് അറിയില്ല, അത് നോക്കിക്കൊണ്ടിരിക്കാനുണ്ട് ഗൈസ്. ഗൈസ് അപ്പോൾ നമുക്ക് വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടൈക്കനാലൊക്കെ പോയി വന്നു, 1 വീക്കായി. അപ്പോൾ ലഗേജ് വെച്ച് ഉള്ള ഒരു വീഡിയോ ആണ് നമ്മൾ എൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ 5:30 നമുക്ക് ഈവനിങ് ബസ് ഉണ്ടായിരുന്നത്. അതായത് സാറ്റർഡേ അവിടെ ഫ്രൈഡേ നൈറ്റ് പോയി സാറ്റർഡേ അവിടെ കംപ്ലീറ്റ് സ്റ്റേ ചെയ്തിട്ട് സൺഡേ മോർണിംഗ് സൺഡേ ഒരു 12:30 ആയപ്പോൾ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് പോന്നു. റൂം വെക്കേറ്റ് ചെയ്തിട്ട് കൊടൈക്കനാലിൽ നമ്മൾ ടൗണിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ലേക്കൊക്കെ കണ്ടതായിരുന്നു. ലേക്കൊക്കെ നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ എന്ത് ചെയ്തതായിരുന്നു, സൈക്ലിങ് ചെയ്തായിരുന്നു ഒരു 5 കിലോമീറ്റർ. അപ്പോൾ രണ്ടാമത്തെ ദിവസം നമുക്ക് ടൈം പോകണമല്ലോ. പിന്നെ മാത്രമല്ല 12:30 ഇറങ്ങി നമ്മൾ എങ്ങനെ ഒരു 1-1:30 ആകുമ്പോഴത്തേക്കും ടൗണിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ടൗണിലേക്ക് എത്തിയിട്ട് നമുക്ക് ഇനി ബാക്കി സമയമുണ്ട്. അപ്പോൾ എന്താ ചെയ്യാമെന്നറിയാതെ കുറേ പേർക്ക് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കഴിഞ്ഞിട്ടുള്ള സമയം ഞാൻ പറയണേ. വൈകുന്നേരം 5:30 വരെ നമുക്ക് സമയം ഉണ്ടായിരുന്നു. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയം ഉണ്ടാവും. അപ്പോൾ ആ സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ലേക്കിൻ്റെ ചുറ്റും നടന്നു. എനിക്ക് തോന്നുന്നു ബോട്ടിങ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ കൂടി നമുക്ക് എന്തായാലും ഒരു 3-3.5 കിലോമീറ്റർ നമ്മൾ അന്ന് നടന്നിട്ടുണ്ടാവും. പിന്നെ ഞാൻ മാഗി കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് വീഡിയോ ഞാൻ രണ്ടാമത്തെ ദിവസം എടുത്തിട്ടില്ല. നടക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. നടക്കുമ്പോൾ നമ്മൾ ഓൾറെഡി നല്ല ടയർഡായിരിക്കും. പിന്നെ നമ്മൾ നേരെ എന്ത് ചെയ്തു, ഫുഡ് കഴിക്കാൻ കയറി. അപ്പം ഞാനൊക്കെ ഫ്രൈഡ് റൈസാണ് കഴിച്ചത്. ബട്ടർ നാൻ, ഗാർലിക് നാനൊക്കെ കഴിച്ചവരുണ്ട്. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ അവരെല്ലാവരും ഫ്രഷ് ആവാൻ പോയി. അപ്പോൾ ഫ്രഷ് ആവാൻ ലേഡീസിൻ്റെ ബാത്റൂം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം അത് അത്ര വൃത്തി പോയായിരുന്നു. അപ്പോൾ നമ്മൾ ഡൊമിനോസിൽ പോയിട്ടാണ് ഫ്രഷ് ആയത്. ഡൊമിനോസിൽ പോയി ഫ്രഷൊക്കെ ആയി നേരെ ഒരു 4:30 ആകുമ്പോഴത്തേക്കിനും ബസ് സ്റ്റാൻഡിലെത്തിയിട്ട് കറക്റ്റ് 5:30 ബസ് എടുത്തു കേട്ടോ. 5:30 ബസ് എടുത്തിട്ട് പുലർച്ചെ 5:30 തിങ്കളാഴ്ച പുലർച്ചെ 5:30 ഇവിടെ ബാംഗ്ലൂർ എത്തി, മടിവാളയിൽ നിന്ന്. പിന്നെ ഞാനൊരു 5:30 ആകുമ്പോഴത്തേക്കും 5:30 PGക്ക് എത്തിയിട്ട് വന്ന് കടന്നു തുടങ്ങിയത് കേസ് ഓർമ്മയുള്ളൂ. കാരണം കംപ്ലീറ്റ് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം നെക്സ്റ്റ് സൺഡേ കുറച്ച് നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒന്നാമത് നടന്ന ക്ഷീണോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പോരാത്തതിന് ഞാൻ തിരിച്ചു വരുമ്പോൾ സേലം എത്താനാകുമ്പോഴത്തേക്കും ഞാൻ ഒരു വട്ടം ഛർദ്ദിച്ചു. കവറൊക്കെ സീനായിരുന്നു. പിന്നെ ഫ്രണ്ടിൽ പോയിട്ട് ഡ്രൈവർ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കാൻ വേണ്ടി നിന്ന സമയം നമ്മൾ അതിനടുത്ത് ഡോർ തുറന്നു തരുമെന്ന് വെച്ചു കണ്ടക്ടറാണെങ്കിൽ കണ്ട ഭാവമില്ല. അയാൾ കടന്ന് ഉറങ്ങുമായിരുന്നു സൈഡിൽ കടന്നിട്ട്. അതിൽ ഡോറ് പച്ച ലൈറ്റ് അമർത്തിയാൽ മതി, മഞ്ഞ റെഡ് ലൈറ്റ് അമർത്തിയാൽ എന്നൊക്കെ പറയാം. അവിടെ ഞാൻ ഛർദ്ദിച്ച് ഇവിടെ ആകെ ടയർഡായി നിൽക്കുമ്പോഴാണ് അയാളുടെ ഒരു തമാശ. എന്നുവെച്ചാൽ അയാൾ ഡോറും തുറന്നു തരുന്നില്ല. ഇപ്പം അല്ലെങ്കിൽ ശരിയാണ്, പക്ഷെ അപ്പം ഭയങ്കര കുറച്ച് സീരിയസ് ആയിട്ടുണ്ടായിരുന്നു. ഛർദ്ദിക്കാനും ഇതേപോലെ കവർ ഉണ്ടായിരുന്നില്ല. ഞാൻ ഛർദ്ദിക്കണം കുഴപ്പമുണ്ട് എനിക്ക്. ഞാൻ കവർ എടുക്കണമായിരുന്നു. പക്ഷെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിൽ തിരിച്ചു പോകുന്നതാണ്. പക്ഷെ പണി പാളി ഗൈസ്. എന്നിട്ട് അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പോസിബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഒരു കവർ ഉണ്ടായിരുന്നു കയ്യിൽ, എങ്ങനെയൊക്കെയോ ഒരു ചെരുപ്പിട്ട കവർ ഉണ്ടായിരുന്നു. ആ കവറിലൊക്കെ നമ്മൾ ഛർദ്ദിച്ച് പിന്നെയും ഛർദ്ദിക്കാൻ വന്നപ്പോൾ ഹൈവേക്കാണ് ഛർദ്ദിച്ചത്. കാരണം വേറെ വഴിയില്ലല്ലോ. അങ്ങനെ നമ്മൾ അത്രയും ക്ഷീണിച്ചിട്ടാണ് വീട്ടിലെത്തിയത്. എനിക്ക് തോന്നുന്നു ഛർദ്ദിക്കുക 2 കാരണം നോൺ എസ് ആയാൽ പൊതുവേ ആരും ഛർദ്ദിക്കില്ല. പക്ഷേ ഇനി ട്രാവൽ ചെയ്യണവരാണെങ്കിൽ ശ്രദ്ധിക്കുക. ബാക്ക് സീറ്റിലൊന്നും സീറ്റ് എടുക്കാണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, സീറ്റ് ഫുള്ളായിരുന്നു. അപ്പം നമ്മൾ ബാക്ക് സീറ്റാണ് എല്ലാ സീറ്റും എടുത്തത്. അതാണ് ഒന്നാമത് മെയിൻ റീസൺ ഉണ്ടായത്. എനിക്ക് തോന്നണത് അറിയില്ല എന്താണെന്ന്. അപ്പോൾ തിരിച്ചെത്തിയപ്പോഴത്തേക്ക് അതാണ് ചുരുക്കം. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്നാണ് അതിൻ്റെ വൈൻഡപ്പ് എടുത്തിട്ട് അതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. ആ ബാലാഗേജ് വയ്ക്കണം അത്ര തന്നെ ഉള്ളൂ എടുത്തത്. കാരണം പിന്നീട് ഫുഡ് അതിന് ശേഷമാണ് കഴിച്ചത്. ഫുഡ് കഴിച്ച വീഡിയോ ഞാൻ എടുത്തില്ല. അപ്പോൾ ഫോണിൽ ചാർജും ഉണ്ടായിരുന്നില്ല. പിന്നെ വേറെ ആരും ബുദ്ധിമുട്ടിക്കാനൊന്നും നിന്നിട്ടില്ല. ഞാൻ മാക്സിമം എൻ്റെ വീഡിയോസ് ഞാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെന്താ, അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഞാൻ എന്തായാലും ആ വീഡിയോൻ്റെ ഒരു വൈൻഡപ്പ് ആയിട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ വേറെ കാര്യം, ബാംഗ്ലൂർ ടു കൊടൈക്കനാൽ അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ വിചാരിക്കാനുള്ള നാട്ടിൽ നിന്നാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ദൂരം ഇല്ലയെന്ന് തോന്നുന്നു. ഒന്നും കൂടി എൻജോയ് ചെയ്തിട്ട് പോയി വരാൻ തോന്നുന്നു നാട്ടിൽ നിന്ന്. ഞാൻ എന്തായാലും ഫസ്റ്റ് ടൈമാണ് നാട്ടിൽ നിന്നാണെങ്കിലും ഇവിടെ നിന്നാണെങ്കിലും ഒക്കെ. നാട്ടിൽ നിന്ന് ഞാൻ പോയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നാട്ടിൽ നിന്നോട്ട് ഈസി ആയിട്ട് പോയിട്ട് വരാം. കിലോമീറ്ററൊക്കെ നോക്കിയപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് നല്ല ദൂരമുണ്ട് കൊടൈക്കനാലിലേക്ക്. അതും ഈ ബസ്സിലൊക്കെ ആകുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ട്രിപ്പ് എന്തായാലും കിടിലൻ ട്രിപ്പായിരുന്നു. എല്ലാവരും കൂടി നല്ല വൈബാക്കിയിട്ട് തിരിച്ചിട്ട് പോകുന്നു. നല്ല മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേറെന്താ,
അത്രേ ഉള്ളൂ. നമ്മൾ നല്ല അടിപൊളിയായിട്ട് പോയിട്ട് വന്നതാണെങ്കിലും എത്ര കുറേ പിന്നെ ട്രിപ്പ് ആകുമ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഗൈസ് വീഡിയോ ഞാൻ പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ടാണ് ഇട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ബൈ ഗൈസ്.